പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2025 മാർച്ച് 6-ാം തീയതി, അതായത് 1200 കുംഭമാസം 22-ാം തീയതി വ്യാഴാഴ്ച. നാളെ കാലത്ത് സൂര്യോദയം തൃശ്ശൂരിൽ 6:40, അസ്തമയം വൈകിട്ട് 6:32 നാളത്തെ വ്യാഴാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ അതിശക്തമായ സപ്തമി തിഥിയാകുന്നു. ചന്ദ്രൻ ആകാശത്തിൽ ബലവാനായി വരികയാണ്. സപ്തമി വളരെ ശക്തമായ തിഥിയാണ്. നാളെ 10:45 വരെ സപ്തമി തിഥിയാകുന്നു. 10:45 കഴിഞ്ഞാൽ അഷ്ടമിയാകുന്നു. അഷ്ടമി തിഥി ശുഭകാര്യങ്ങൾക്കൊന്നും നാം സ്വീകരിക്കാറില്ല. അത് ഒഴിഞ്ഞ തിഥിയാണ്, ദാരിദ്ര്യമുള്ള തിഥിയാണ്. അഷ്ടമി തിഥി ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് എല്ലാ ശുഭകാര്യങ്ങളും ചെയ്യണമെങ്കിൽ നാളെ 9:30 മുതൽ 10:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളെ നക്ഷത്രവും വളരെ ശുഭമാണ്. നാളെ രോഹിണി നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ രോഹിണി നക്ഷത്രം. വിവാഹ മുഹൂർത്തത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത് കൃഷ്ണാഷ്ടമി, കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാണ്. അത് വളരെ വിശേഷമാണ്. ആ തിഥിയിൽ മാത്രം വിവാഹത്തിന് ഗുണമാണ്. ബാക്കി ഒരു കാര്യങ്ങൾക്കും തിഥി കറുത്തപക്ഷത്തിലേതായാലും വെളുത്തപക്ഷത്തിലായാലും അഷ്ടമി തിഥി ഗുണമല്ല. നാളെ വ്യാഴാഴ്ച സാമ്പത്തികമായ വിഷയങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായ ദിനമാണ്. വെൽത്ത് മാനേജ്മെൻറ്റിന് വ്യാഴാഴ്ച വളരെ ഗുണമാണ്. രോഹിണി നക്ഷത്രവും അതിനെ ഉദ്ദീപിപ്പിക്കുന്നു. നാളെ വ്യാഴാഴ്ച രോഹിണി നക്ഷത്രം. കൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി ചെയ്യുക. മക്കളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടെങ്കിൽ വെണ്ണ നിവേദ്യം വാങ്ങി ആ കുട്ടികൾക്ക് കൊടുക്കൂ. വളരെ അനുകൂലമായിട്ട് വരും. രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി വെണ്ണ നിവേദ്യം ചെയ്യുന്നത് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഭഗവാന് നേദിച്ച ആ വെണ്ണ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം വ്യത്യാസങ്ങൾ അതിലൂടെ ആ കുട്ടികൾക്ക് സംജാതമാകുന്നതാണ്. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ചെറിയ പ്രായത്തിൽ തന്നെ ഈ രീതിയിലുള്ള വഴിപാടുകളൊക്കെ വളരെ ഗുണകരമാണ്. നാളെ നാരായണ കവചം ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം അനുകൂലമായ തീരുമാനങ്ങളായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.